എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ഈ സാബിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ദിലീപ്. HSST സുവോളജി. നമുക്കറിയാം, ഏതൊരാളും ആഗ്രഹിക്കുന്ന, ഏതൊരാളും കൊതിക്കുന്ന ഒരു പോസ്റ്റാണ് HSST എന്നത്. നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഏതൊരാൾക്കും ഇവിടേക്ക് എത്തുക അത്ര പ്രയാസമുള്ള കാര്യങ്ങളൊന്നും തന്നെയല്ല. വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട്, വളരെ സ്മാർട്ടായിട്ട് ഒരു സ്റ്റഡിയാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതെങ്കിൽ, അതായത് നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാകുക, നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുക, ഇൻസ്ട്രക്ഷൻസുകൾ കൃത്യമായി ഫോളോ ചെയ്യുക, കൃത്യമായി എക്സാംസുകൾ എഴുതുക, അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഭാഗത്തെ കോൺട്രിബ്യൂഷൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതൊക്കെയാണ് നമ്മൾ സ്മാർട്ട് സ്റ്റഡി അല്ലെങ്കിൽ നമ്മൾ സിസ്റ്റമാറ്റിക് സ്റ്റഡി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള, വളരെ സ്മാർട്ട് ആയിട്ടുള്ള, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ട്രെയിനിങ് ആണ് ASAP നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിന്റെ ഭാഗമാകാം. നിങ്ങളുടെ പേരിനോടൊപ്പം നിങ്ങൾക്ക് HSST സുവോളജി എന്ന ഡെസിഗ്നേഷൻ കൂട്ടിച്ചേർക്കാനും സാധിക്കും. നമ്മൾ എല്ലാവരുടെയും സപ്പോർട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ HSST സുവോളജിയുടെ സിലബസിൽ സെക്കൻഡ് മൊഡ്യൂള് ബയോകെമിസ്ട്രി എന്ന ആ ബയോകെമിസ്ട്രിയിലെ ബയോമോളിക്യൂൾസ് എന്ന് പറയുന്ന ഭാഗമാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. ബയോമോളിക്യൂൾസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഇപ്പോഴത്തെ HSI എക്സാം കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പായിട്ട് ബയോമോളിക്യൂൾസിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും അല്ലെ? എന്താണ് ബയോമോളിക്യൂൾസ്? നമുക്കറിയാം, ലിവിംഗ് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന കെമിക്കൽ കോമ്പൗണ്ടുകൾ അല്ലെ? ലിവിംഗ് സിസ്റ്റത്തിൽ കാണപ്പെടുന്ന കെമിക്കൽ കോമ്പൗണ്ടുകളെ വിളിക്കുന്നവരാണ് ബയോമോളിക്യൂൾസ്. ഏതൊക്കെയാ? കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീന്, ഫാറ്റ്, ലിപ്പിഡ്സ് അല്ലയോ? ഇവരൊക്കെ തന്നെ ബയോമോളിക്യൂൾസിന് എക്സാമ്പിൾസ് ആണ്. അവർ ഓർഗാനിക്കുമാകാം അല്ലെങ്കിൽ ഇനോർഗാനിക്കുമാകാം. ഇതിനകത്ത് നമ്മൾ എനർജിയുമായി ബന്ധപ്പെട്ട് ചേർത്ത് പറയേണ്ട ആൾക്കാർ ആരൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ് അല്ലെ? ഇവരാണ് പ്രധാനമായിട്ടും എനർജിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട 3 ആൾക്കാർ. ഓക്കെ, അതിൽ നമ്മൾ ആദ്യം തുടങ്ങാൻ പോകുന്നത് കാർബോഹൈഡ്രേറ്റുകളെ കുറിച്ചാണ്. കാർബോഹൈഡ്രേറ്റുകൾ നമുക്കറിയാം, ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സ്റ്റാർച്ച്, ഗ്ലൈക്കോജന്, ഇനുലിന് അല്ലയോ? ഇവരൊക്കെ തന്നെ, കൈറ്റിന്, ഇവരൊക്കെ തന്നെ കാർബോഹൈഡ്രേറ്റ്സിനകത്ത് വരുന്ന ആൾക്കാരാണ്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകാം, അറിയുന്നുണ്ടാകാം. അപ്പൊ നമുക്ക് ആ ടോപ്പിക്കിലേക്ക് പോകാം. കാർബോഹൈഡ്രേറ്റ്സുകൾ. ഓക്കെ, നോക്കാം എന്താണ് ഈ കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനൊന്ന് ഡിഫൈൻ ചെയ്തു പോകാം മക്കളെ. ദേ ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺസ് ആണ്. ദേ ആർ പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺസ്. എന്താണ് ഹൈഡ്രോക്സി മീൻ? OH ഗ്രൂപ്പ് ആണ്. സോ പോളിഹൈഡ്രോക്സി ആണ്. പോളിഹൈഡ്രോക്സി ആൽഡിഹൈഡ് ഓർ കീറ്റോൺസ് ആണ്. ഓർ ദ കോമ്പൗണ്ട്സ് വിച്ച് പ്രൊഡ്യൂസ് such units on hydrolysis. They contain carbon, hydrogen and oxygen. അപ്പൊ ഏതൊക്കെയാണ് ബേസിക് എലമെന്റ്സുകൾ? കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഇവരാണ് ബേസിക് എലമെന്റ്സുകൾ. നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റിലേക്ക് നോക്കുമ്പോൾ അവിടെ ഹൈഡ്രജനും ഓക്സിജനും തമ്മിലുള്ള റേഷ്യോ എത്രയാ? 2:1 ആണ്. നമ്മുടെ വാട്ടറിൽ നമ്മൾ കാണുന്ന അതേ റേഷ്യോ തന്നെയാണ് ഇവിടെയും കാണുന്നത്. അതുകൊണ്ട് നമ്മൾ കാർബോഹൈഡ്രേറ്റ്സുകളെ വിളിക്കുന്ന പേരെന്താ? ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ. എന്താ വിളിക്കുന്നവര്? ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന് പറയാറുണ്ട്. They are optically active polyhydroxy aldehyde or ketones ആണ്. They contain carbon, hydrogen or oxygen and oxygen. ഇതിനകത്ത് ഹൈഡ്രജന്റെയും ഓക്സിജന്റെ റേഷ്യോ 2:1 ആണ്. അതുകൊണ്ട് അവരെ നമ്മൾ ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന് വിളിക്കാറുണ്ട്. എന്താണ്? ഹൈഡ്രേറ്റ്സ് ഓഫ് കാർബൺ എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, they are the main source of energy for the body. നമുക്കറിയാം, നമ്മൾ എനർജിക്ക് വേണ്ടി പ്രധാനമായിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റുകളെ നമ്മൾ കഴിക്കുന്ന സ്റ്റാർച്ച് അല്ലയോ? നമുക്കറിയാം. അപ്പൊ മെയിൻ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയപ്പെടുന്നത് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. വേറെയും നമുക്കറിയാം, ഫാറ്റിലെ എടുത്തു കഴിഞ്ഞാൽ ഫാറ്റിന് കാർബോഹൈഡ്രേറ്റ്സിനേക്കാൾ എനർജി തരാൻ കഴിയും. പക്ഷേ ഫാറ്റ്സ് ആർ നോട്ട് ദ ഐഡിയൽ സോഴ്സ് ഓഫ് എനർജി അല്ലെ? ഫാറ്റ്സ് ആർ നോട്ട് ദ ഐഡിയൽ സോഴ്സ് ഓഫ് എനർജി. അതിന്റെ റീസൺ ഒക്കെ നമ്മൾ പിന്നീട് പഠിക്കും എന്താണെന്ന്. ഇവിടെ നമ്മൾ കാർബോഹൈഡ്രേറ്റ്സിനെ കുറിച്ച് പറയുകയാണ്. സോ കാർബോഹൈഡ്രേറ്റ്, ദേ ആർ ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഫോർ ദ ബോഡി. These provide 55 to 65% of the energy. നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന എനർജിയുടെ 55 മുതൽ 65% വരെ പ്രൊവൈഡ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആണ്. These provide 55 to 65% of energy. കാർബോഹൈഡ്രേറ്റ്സിന്റെ ജനറൽ ഫോർമുല CnH2ON ആണ്. എന്താ ജനറൽ ഫോർമുല? CnH2ON. ഇതാണ് ജനറൽ ഫോർമുല. അപ്പൊ കാർബോഹൈഡ്രേറ്റ്സിന്റെ ജനറൽ ഫോർമുല CnH2ON ആണ്. N എന്ന് പറഞ്ഞ ഇൻഡീജർ ആണ്. റേഞ്ച് ഫ്രം 3 to 7, 3 മുതൽ 7 വരെ. അല്ലെങ്കിൽ നമുക്ക് നമ്പർ ഓഫ് കാർബൺ ആറ്റം എന്ന് പറയാം. 3 to 7 എന്നാണ് എന്നറിയപ്പെടുന്നത്. ദേ ആർ ഓൾസോ കോൾഡ് സാക്രൈഡ്സ്. ഇവരെ നമ്മൾ സാക്രൈഡ്സ് എന്ന് പറയാറുണ്ട്. എന്തുകൊണ്ടാണ് വിളിക്കാൻ കാരണം? ബിക്കോസ് ദെയർ ബേസിക് കമ്പോണന്റ്സ് ആർ ഷുഗേഴ്സ് അല്ലെ?
അപ്പൊ ഇവരുടെ ബേസിക് കമ്പോണൻസുകൾ ഷുഗേഴ്സ് ആണ്, ഇവരുടെ മോണോമറുകൾ ഷുഗറുകളാണ്. അപ്പൊ ഷുഗറുകൾ കൂടിച്ചേർന്ന് സിമ്പിൾ ഷുഗറുകൾ കൂടിച്ചേർന്നാണ് ഇവർ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഇവരെ നമ്മൾ സാക്രൈഡ്സ് എന്ന് പറയാറുണ്ട്. സോ ദേ ആർ ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി. They contribute 55 to 65% of the energy produced in the body. Their general formula ZnH2ON. N എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ആണ്, ഓർ നമ്പർ ഓഫ് കാർബൺ ആറ്റംസ് റേഞ്ചിങ് ഫ്രം 3 to 7. ഇവരുടെ ബേസിക് യൂണിറ്റുകൾ ഷുഗേഴ്സ് ആണ്. സോ ദേ ആർ കോൾഡ് സാക്രൈഡ്സ്. എന്താണത്? സാക്രൈഡ്സ്. ഓക്കെ, നമ്മൾ ചില ജനറൽ ഫോർമുല നമ്മൾ CnH2ON ജനറൽ ഫോർമുല പറഞ്ഞല്ലോ. ചില മോളിക്യൂൾസ് ഉണ്ട്, അവർക്ക് കാർബോഹൈഡ്രേറ്റ്സിന്റെ ജനറൽ ഫോർമുലയാണ്, പക്ഷെ അവർ കാർബോഹൈഡ്രേറ്റുകൾ അല്ല. ഓക്കെ, അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ജനറൽ ഫോർമുല ഉണ്ട് എങ്കിലും കാർബോഹൈഡ്രേറ്റുകൾ അല്ലാത്ത ചില മോളിക്യൂൾസുകൾ ഉണ്ട്. അപ്പൊ നമ്മള് ജനറൽ ഫോർമുല CnH2ON ഇതല്ലേ അവരുടെ ജനറൽ ഫോർമുല, കാർബോഹൈഡ്രേറ്റ് ജനറൽ ഫോർമുല അല്ലേ? യെസ്. അപ്പൊ നമുക്ക് നോക്കുമ്പോൾ ഈ ഒരു ഫോർമുലയിലാണ് കാണുന്നത്, പക്ഷെ അവർ കാർബോഹൈഡ്രേറ്റ് അല്ല. അങ്ങനെ കാർബോഹൈഡ്രേറ്റിന്റെ ജനറൽ ഫോർമുല ഉണ്ട്, പക്ഷെ കാർബോഹൈഡ്രേറ്റുകൾ അല്ല. അങ്ങനെയുള്ള കുറെ മോളിക്യൂൾസുകൾ ഉണ്ട്. അതിന് എക്സാമ്പിൾസ് ആണ് ഫോമാൽഡിഹൈഡ്. എന്താണത്? ഫോമാൽഡിഹൈഡ്. നിങ്ങൾ നോക്ക്, CH2O ഇതല്ലേ അതിന്റെ ജനറൽ ഫോർമുല, CH2O അല്ലേ കെമിക്കൽ ഫോർമുല. അപ്പൊ കാണുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലല്ലേ കിടക്കുന്നത്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇവരെ കാർബോഹൈഡ്രേറ്റ് തോന്നും, പക്ഷെ ദേ ആർ നോട്ട് കാർബോഹൈഡ്രേറ്റ്സ്. അതേപോലെ അസറ്റിക് ആസിഡ് C2H4O2 ഇതാണ് അവരുടെ ഫോർമുല. നോക്കുമ്പോൾ ഈ ഒരു ഫോർമാറ്റിലാണ് കിടക്കുന്നത്, പക്ഷെ അവർ കാർബോഹൈഡ്രേറ്റുകൾ അല്ല. അതേപോലെ ലാക്റ്റിക് ആസിഡ് അല്ലെ. അപ്പൊ ഇവർക്കൊക്കെ കാർബോഹൈഡ്രേറ്റിന്റെ ജനറൽ ഫോർമുല ഉണ്ടെങ്കിലും ഇവരൊന്നും എന്തല്ല? കാർബോഹൈഡ്രേറ്റുകൾ അല്ല. ഓക്കെ, സോ മോളിക്യൂൾസ് ഹാവിംഗ് ദ ജനറൽ ഫോർമുല ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ബട്ട് ആർ നോട്ട് കാർബോഹൈഡ്രേറ്റ്സ്. എക്സാമ്പിൾ ഫോമാൽഡിഹൈഡ്, അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. അപ്പൊ ഇവരുടെയൊക്കെ കെമിക്കൽ ഫോർമുല നമ്മൾ നോക്കുമ്പോൾ കാർബോഹൈഡ്രേറ്റ് ഫോർമുല പോലെ തന്നെയാണ്, CnH2ON ആണ് കിടക്കുന്നത് അല്ലെ. പക്ഷെ ഇവരെന്തല്ല പറഞ്ഞു? കാർബോഹൈഡ്രേറ്റ്സുകൾ അല്ല. ഇത് മൂന്നും ഓർത്തു വെക്കുക: ഫോമാൽഡിഹൈഡ്, അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. അതേപോലെ മറ്റു ചില മോളിക്യൂൾസുകൾ ഉണ്ട്, അവരുടെ ജനറൽ ഫോർമുല കാർബോഹൈഡ്രേറ്റുകളെ പോലെ അല്ല, പക്ഷെ അവർ കാർബോഹൈഡ്രേറ്റുകളാണ്. ഓക്കെ, സോ മോളിക്യൂൾസ് നോട്ട് ഹാവിംഗ് ദ ജനറൽ ഫോർമുല ഓഫ് കാർബോഹൈഡ്രേറ്റ് ബട്ട് ആർ കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, ചില മോളിക്യൂൾസ് ഉണ്ട്, അവർ കാർബോഹൈഡ്രേറ്റുകളാണ്, പക്ഷെ അവർക്ക് ആ ജനറൽ ഫോർമുല ഇല്ല. എക്സാമ്പിൾസ് ആണ് ഡിയോക്സി റൈബോസ്. നമുക്കറിയാം നമ്മുടെ DNA യിൽ കാണപ്പെടുന്ന ഡിയോക്സി റൈബോസ് ഉണ്ട് അല്ലെ. നോക്കൂ മക്കളെ, C6H12O6 അല്ലേ വരേണ്ടത്, പക്ഷെ ഇവിടെ C6H12O5 അല്ലേ ഉള്ളൂ. അപ്പൊ കാർബോഹൈഡ്രേറ്റിന്റെ ജനറൽ ഫോർമുലയിൽ വരുന്നില്ലെങ്കിലും ഇവരെന്താണ്? കാർബോഹൈഡ്രേറ്റുകളാണ് അല്ലെ. അതേപോലെയാണിത് റാംനോസ് പറയും, റാംനോസ്. ഓക്കെ, സോ ഇവരൊക്കെ എന്താ? കാർബോഹൈഡ്രേറ്റുകളാണ്, പക്ഷെ ഇവർക്ക് കാർബോഹൈഡ്രേറ്റുകളുടെ ജനറൽ ഫോർമുല ഇല്ല. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് നോക്കുക. അപ്പൊ ചില മോളിക്യൂൾസ് ഉണ്ട്, അവർക്ക് കാർബോഹൈഡ്രേറ്റുകളുടെ ജനറൽ ഫോർമുല ഉണ്ട്, പക്ഷെ അവർ കാർബോഹൈഡ്രേറ്റുകൾ അല്ല. ഏതൊക്കെയാ? ഫോമാൽഡിഹൈഡ്, അസറ്റിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ്. ചില മോളിക്യൂൾസ് ഉണ്ട്, അവർക്ക് കാർബോഹൈഡ്രേറ്റുകളുടെ ജനറൽ ഫോർമുല ഇല്ല, പക്ഷെ അവർ കാർബോഹൈഡ്രേറ്റുകളാണ്. ഏതൊക്കെയാ? ഡിയോക്സി റൈബോസ് ആൻഡ് റാംനോസ്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക, മനസ്സിലാക്കി മുന്നോട്ട് പോവുക. ഇനി നമ്മൾ കാർബോഹൈഡ്രേറ്റിന്റെ ക്ലാസിഫിക്കേഷനിലേക്ക് പോയി കഴിയുമ്പോൾ കാർബോഹൈഡ്രേറ്റുകൾ നമുക്ക് പല രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെയാണ് മോണോസാക്രൈഡ്സ് എന്ന് പറയാം. അടുത്താണ് ഡിറൈവ്ഡ് മോണോസാക്രൈഡ്സ് ഉണ്ട്, ദെൻ ഒളിഗോസാക്രൈഡ്സ് ഉണ്ട്, ദെൻ പോളിസാക്രൈഡ്സുകൾ ഉണ്ട്. മോണോസാക്രൈഡ്സുകൾ ഇവരെ നമ്മൾ സിമ്പിൾ ഷുഗേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ് അല്ലയോ, ഇവരൊക്കെയാണെന്ത്? മോണോസാക്രൈഡ്സുകൾ. മോണോ എന്ന വാക്കർത്ഥം സിംഗിൾ എന്നാണ്, സാക്രൈഡ് മീൻസ് ഷുഗർ എന്നാണ്. അപ്പൊ ഒരു ഷുഗർ യൂണിറ്റ് മാത്രമേ ഉണ്ടുള്ളൂ, അവരെയാണ് നമ്മൾ മോണോസാക്രൈഡ്സ് എന്ന് വിളിക്കുന്നത്. ഡിറൈവ്ഡ് മോണോസാക്രൈഡ്സുകൾ ഉണ്ട്. നമ്മൾ ഈ പറഞ്ഞ ഡിയോക്സി റൈബോസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഷുഗർ ആസിഡുകൾ ആയിക്കോട്ടെ, ഇവരൊക്കെ ഡിറൈവ്ഡ് മോണോസാക്രൈഡ്സിന് എക്സാമ്പിൾസ് ആണ്. ഒളിഗോ എന്ന വേർഡിന്റെ മീനിങ് ഫ്യൂ എന്നാണ്, വളരെ കുറച്ചെന്നാണത് ഒളിഗോ എന്ന വേർഡിന്റെ മീനിങ്. ഒളിഗോസാക്രൈഡ്സ്. അതിൽ തന്നെ നമുക്ക് ഡൈസാക്രൈഡ്സ് ഉണ്ട്, ട്രൈസാക്രൈഡ്സ് ഉണ്ട്, ടെട്രാസാക്രൈഡ്സ് ഉണ്ട്, പെന്റാസാക്രൈഡ്സ് ഉണ്ട്, അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും അല്ലെ. അതിൽ കോമൺ ആയിട്ട് വരുന്നതല്ലേ ഡൈസാക്രൈഡുകൾ, നമ്മുടെ സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ് ഒക്കെ വരുന്ന ഡൈസാക്രൈഡുകൾ അല്ലെ. അപ്പൊ ഒളിഗോ എന്ന വേർഡിന്റെ മീനിങ് എ ഫ്യൂ, വളരെ കുറച്ചെന്ന അർത്ഥം. അതിൽ തന്നെ ഡൈസാക്രൈഡും, ട്രൈസാക്രൈഡും, ടെട്രാസാക്രൈഡും, പെന്റാസാക്രൈഡ് ഒക്കെ വരുന്നുണ്ട്. അതിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്നത് നമ്മുടെ ഡൈസാക്രൈഡ്സുകളാണ്, പ്രത്യേകിച്ച് സൂക്രോസ്, ദെൻ ലാക്ടോസ്, ദെൻ മാൾട്ടോസ് ഒക്കെ അല്ലെ. പോളി എന്ന വാക്കിനർത്ഥം മെനി എന്നാണ്, ഒരുപാട് എന്നർത്ഥം. ഒരുപാട് ഷുഗർ യൂണിറ്റുകൾ കൂടിച്ചേർന്നവരെ വിളിക്കുന്നവരാണത് പോളിസാക്രൈഡ്സ് എന്നാണ്, പോളിസാക്രൈഡ്സുകൾ. അപ്പൊ കാർബോഹൈഡ്രേറ്റുകളെ നമുക്ക് മോണോസാക്രൈഡ്സ് എന്ന് ക്ലാസിഫൈ ചെയ്യാം,
അതായത് കണ്ടെയ്ൻ only one single sugar unit അല്ലെ, ഒരു ഷുഗർ യൂണിറ്റ് മാത്രമേ ഉള്ളൂ. മോണോ എന്ന വേർഡിനർത്ഥം സിംഗിൾ എന്നാണ്, സാക്കറൈഡ് മീൻസ് ഷുഗർ എന്നാണ്. ഒരു ഷുഗർ യൂണിറ്റ് മാത്രമുള്ള ആൾക്കാരാണ് മോണോസാക്കറൈഡ്സ്. അവർ നമ്മൾ സിമ്പിൾ ഷുഗേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. എക്സാമ്പിൾ ആണ് ഏത്, നമ്മളുടെ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ് ഒക്കെ. ഡിറൈവ്ഡ് മോണോസാക്കറൈഡ്സിന് എക്സാമ്പിൾസ് ആണ് ഡിയോക്സി റൈബോസ്, ഷുഗർ ആസിഡുകളൊക്കെ നമ്മൾ പഠിക്കും പിന്നെ ഡീറ്റെയിൽ ആയിട്ട്. ഒളിഗോസാക്കറൈഡ്സ് ആണെങ്കിൽ കുറച്ച് ഷുഗർ യൂണിറ്റുകൾ കൂടി ചേർന്ന ആൾക്കാരായിരിക്കും. എക്സാമ്പിൾ ഡൈസാക്കറൈഡ്സ്, ട്രൈസാക്കറൈഡ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്. ഡൈസാക്കറൈഡിന് എക്സാമ്പിൾ ആണ് ഏതൊക്കെ, സൂക്രോസ്, മാൾട്ടോസ്, ലാക്ടോസ് ഒക്കെ. പിന്നെ പോളിസാക്കറൈഡ്സ് ആണെങ്കിൽ കുറെ ഷുഗർ യൂണിറ്റുകൾ ഉണ്ടാകും അല്ലെ, ഒരു മെനി ഷുഗർ യൂണിറ്റുകൾ ഉണ്ടാകും. സ്റ്റാർച്ച്, ഗ്ലൈക്കോജന് അല്ലെ, ഇനുലിൻ, കൈറ്റിൻ ഒക്കെ അതിന് എക്സാമ്പിൾസ് ആണ്. അതിൽ തന്നെ ഹോമോപോളിസാക്കറൈഡ്സും ഉണ്ട്, ഹെട്രോപോളിസാക്കറൈഡ്സും. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ. നമ്മൾ ആദ്യം പോകുന്നത് മോണോസാക്കറൈഡ്സിലേക്കാണ്. മോണോസാക്കറൈഡ്സുകൾ, മോണോ എന്ന വേർഡിന്റെ മീനിങ് സിംഗിൾ എന്നാണ്, സാക്കറൈഡ് മീൻസ് ഷുഗർ എന്നാണ് അല്ലയോ. ദീസ് ആർ ദ സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റ് വിച്ച് കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ് ഫർദർ. നമുക്കവരെ വീണ്ടും ഹൈഡ്രോളൈസ് ചെയ്യാൻ കഴിയില്ല, കാരണം ഒറ്റ ഷുഗർ യൂണിറ്റ് ഉള്ളൂ ഇവർക്ക് അല്ലെ. ദേ ആർ ദ സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ്. മോണോസാക്കറൈഡ്സ് ആർ ദ സിംപ്ലസ്റ്റ് കാർബോഹൈഡ്രേറ്റ്സ് വിച്ച് കനോട്ട് ബി ഹൈഡ്രോളൈസ്ഡ് ഫർദർ. ജനറൽ ഫോർമുല നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, CnH2ON. ഇതാണ് ജനറൽ ഫോർമുല, CnH2ON ആണ് ജനറൽ ഫോർമുല. എക്സാമ്പിൾ ആണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, റൈബോസ് അല്ലെ. ഇവരൊക്കെ പ്രധാനമായിട്ട് മോണോസാക്കറൈഡ് എക്സാമ്പിൾസ് ആണ്. നമുക്ക് ഈ മോണോസാക്കറൈഡുകളെ തന്നെ രണ്ടായിട്ട് തിരിക്കാം. ആൾഡോസസും ഉണ്ട്, കീറ്റോസസും ഉണ്ട്. മോണോസാക്കറൈഡ്സ് തന്നെ ആൾഡോസസും ഉണ്ട്, കീറ്റോസസും ഉണ്ട്. എന്താണ് ആൾഡോസസ്? ദേ ഹാവ് ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. നോക്ക്, ഇതല്ലേ മക്കളെ ആൽഡിഹൈഡ് ഗ്രൂപ്പ്. നോക്ക്, ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളവരെ വിളിക്കുന്നവരാണ് ആൾഡോസസ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫ്രീ കീറ്റോണിക് ഗ്രൂപ്പ്, നോക്ക്, ഫ്രീ കീറ്റോണിക് ഗ്രൂപ്പ് ഉള്ളവരെ വിളിക്കുന്നവരാണ് കീറ്റോസസ് അല്ലെ. അപ്പൊ മോണോസാക്കറൈഡുകളെ നമുക്ക് ആൾഡോസസ് തിരിക്കാം, കീറ്റോസസ് തിരിക്കാം. എന്താണ് ആൾഡോസസ്? ദേ ഹാവ് ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെ, അവർക്ക് ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉണ്ടാകും. അങ്ങനെ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളവരെ വിളിക്കുന്ന പേരാണ് പറഞ്ഞു ആൾഡോസസ്. CHO ഗ്രൂപ്പ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെ. അങ്ങനെയാണെങ്കിൽ CO ഗ്രൂപ്പ് ഫ്രീ കീറ്റോണിക് ഗ്രൂപ്പ് ഉള്ളവരെയാണ് നമ്മൾ കീറ്റോസസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഫ്രീ ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളവരെ നമ്മൾ ആൾഡോസസ് എന്ന് വിളിക്കാറുണ്ട്. ഫ്രീ കീറ്റോണിക് ഗ്രൂപ്പ് ഉള്ളവരെ നമ്മൾ എന്താണ്, കീറ്റോസസ് എന്ന് വിളിക്കാറുണ്ട്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ഓഫ് മോണോസാക്കറൈഡ്സ് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം മക്കളെ. 3 കാർബൺ ആറ്റം ആണെങ്കിൽ നമ്മൾ പറഞ്ഞു 3 to 7. ഓർമ്മയുണ്ടല്ലോ മക്കളെ, 3 to 7 എന്നല്ലേ പറഞ്ഞ. N is an integer, range from 3 to 7. ഓർമ്മയില്ലയോ? യെസ് മക്കൾ, അതിൽ 3 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ അവരെ ട്രയോസസ് എന്ന് വിളിക്കും. 4 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ടെട്രോസ് എന്ന് വിളിക്കും. 5 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ പെൻഡോസസ് എന്ന് വിളിക്കും. 6 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഹെക്സോസസ് എന്ന് വിളിക്കും. 7 കാർബൺ ആറ്റം ഉണ്ടെങ്കിൽ ഹെപ്റ്റോസസ് എന്ന് വിളിക്കും അല്ലയോ. അപ്പൊ മോണോസാക്കറൈഡുകളെ ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് കാർബൺ ആറ്റം അല്ലയോ. അപ്പൊ കാർബൺ ആറ്റത്തിന്റെ എണ്ണം അനുസരിച്ചുകൊണ്ട് നമുക്ക് അവരെ എന്തായിട്ട് തിരിക്കാം? ട്രയോസസ്, ടെട്രോസസ്, പെൻഡോസസ്, എക്സോസസ് ആൻഡ് ഹെപ്റ്റോസസ്. ഇതിൽ തന്നെ ആൾഡോസസും ഉണ്ട്, കീറ്റോസസും ഉണ്ട്. മക്കളെ ട്രയോസസ് ആണെങ്കിൽ എക്സാമ്പിൾ ഗ്ലിസറാൾഡിഹൈഡ് ആണ്, അത് ആൾഡോസ് ഫോം ആണ്. മക്കളെ കീറ്റോസ് ആണെങ്കിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ആണ്. ടെട്രോസിനകത്ത് ആൾഡോസിന് എക്സാമ്പിൾ എറിത്രോസ് ആണ്, കീറ്റോസിന് എക്സാമ്പിൾ എറിത്രുലോസ് ആണ്. പെൻഡോസസിലേക്ക് വരുമ്പോൾ റൈബോസും സൈലോസും എക്സാമ്പിൾ ആണ്, അത് ആൾഡോസസ് ആണ്. എന്നാൽ കീറ്റോസിന് എക്സാമ്പിൾ പറഞ്ഞു റിബുലോസും സൈലോസുമാണ്. എക്സോക്സിലേക്ക് വരുന്ന സമയത്ത് ഗ്ലൂക്കോസും ഗാലക്ടോസും ആൾഡോസ് ഷുഗറിന് എക്സാമ്പിൾ ആണ്. എന്നാൽ ഫ്രക്ടോസ് കീറ്റോ ഷുഗർ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഗ്ലൂക്കോസ് എന്നറിയപ്പെടുന്നത് എന്താ പറഞ്ഞു, ഒരു ആൾഡോസ് ഷുഗർ ആണ്. എന്നാൽ ഫ്രക്ടോസ് അറിയപ്പെടുന്നത് കീറ്റോ ഷുഗർ ആണ്. ഇനി 7 കാർബൺ ആറ്റം ആണെങ്കിൽ ഹെപ്റ്റോസസ് എന്ന് പറയും. അതിൽ തന്നെ ഗ്ലൂക്കോ ഹെപ്റ്റോസസും ഉണ്ട്, സെഡോ ഹെപ്റ്റുലോസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ നമ്പർ ഓഫ് കാർബൺ ആറ്റത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമുക്ക് മോണോസാക്കറൈഡുകളെ ട്രയോസസിനും ടെട്രോസസിനും പെൻഡോസസിനും എക്സോസസിനും ഹെപ്റ്റോസസിനും തിരിക്കാം. 3 കാർബൺ ആറ്റം ആണെങ്കിൽ ട്രയോസസ്, 4 കാർബൺ ആറ്റം ആണെങ്കിൽ ടെട്രോസസ്, 5 ആണെങ്കിൽ പെൻഡോസസ്, 6 ആണെങ്കിൽ ഹെക്സോസസ്, 7 ആണെങ്കിൽ ഹെപ്റ്റോസസ്. ഓരോന്നിനും എന്താണ് ആൾഡോസും ഉണ്ട്, കീറ്റോസും ഉണ്ട്, പഠിക്കണം. അപ്പൊ 3 കാർബൺ ആറ്റം ഉള്ള മോണോസാക്കറൈഡിനകത്ത് വരുന്ന ആൾഡോസിന് എക്സാമ്പിൾ ആണ് ഗ്ലിസറാൾഡിഹൈഡ് അല്ലെ. ഏറ്റവും ചെറുതാണ് ഗ്ലിസറാൾഡിഹൈഡ്. കീറ്റോസ് ഗ്രൂപ്പിൽ ഡൈഹൈഡ്രോക്സി അസറ്റോൺ ആണ്. ടെട്രോസസിൽ ആൾഡോസിന് എക്സാമ്പിൾ എറിത്രോസ് ആണ്. ടെട്രോസസിൽ കീറ്റോസിന് എക്സാമ്പിൾ എറിത്രോസ് ആണ്. പെൻഡോസസിൽ ആൾഡോസിന് എക്സാമ്പിൾ റൈബോസും സൈലോസുമാണ്. ഓക്കെ, ദെൻ എന്താണത്, നമ്മളുടെ കീറ്റോസിലാണെങ്കിൽ റിബുലോസും ദെൻ സൈലോസും ഉണ്ട്. എക്സോസസ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂക്കോസും ഗാലക്ടോസും ആൾഡോസ് ഷുഗറിന് എക്സാമ്പിൾസ് ആണ്. എന്നാൽ ഫ്രക്ടോസിൽ കീറ്റോ ഷുഗറിന് എക്സാമ്പിൾ ആണ്. ഓക്കെ,
ഹെപ്റ്റോസസിൻ ഗ്ലൂക്കോഹെപ്റ്റോസ് അറിയപ്പെടുന്ന ആൾഡോസിന് എക്സാമ്പിൾ ആണ്. സെഡോഹെപ്റ്റിലോസ് എന്നതിന് എക്സാമ്പിൾസ് കീറ്റോസിന് എക്സാമ്പിൾ ആണ്. അപ്പൊ ഇതൊന്ന് ഓർത്തു വെക്കുക. ഇപ്പൊ മോണോസാക്രൈഡ്സ് നമുക്ക് ആൾഡോസിന് ഇരിക്കാം, നമുക്ക് കീറ്റോസിന് ഇരിക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം എല്ലാവരും നന്നായിട്ട് ക്ലാസ്സുകൾ കാണുക, നന്നായിട്ട് പഠിക്കുക. നിങ്ങൾ കണ്ട സ്വപ്നങ്ങളൊന്നും നഷ്ടപ്പെടുത്തേണ്ടതല്ല. ഉറപ്പായിട്ടും അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക. ആ സ്വപ്നങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും. 2022 എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ ഓൾ.